ലേക്കർ ഇന്ത്യ എന്ന കമ്പനി അത് ടി വീണയുടെ കമ്പനി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കമ്പനിയാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുകയും ഈ കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ രേഖകളിൽ നിന്നാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ടി വീണയ്ക്ക് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്നുള്ളത് നേരത്തെ പൊതുജന മധ്യത്തിൽ ഉണ്ടായിരുന്നില്ല. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ 15,57,414 രൂപയാണ് ഉണ്ടായിരുന്നത്. HDFC ബാങ്കിന്റെ അക്കൗണ്ടിൽ. ഈ കമ്പനി ടി വീണയുടെ കമ്പനിയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. എക്സാലോജിക്കിന് പുറമെ ടി വീണയ്ക്ക് മറ്റൊരു കമ്പനി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഈ കമ്പനിയുടെ സ്വത്ത്, ഈ കമ്പനിയുടെ അക്കൗണ്ടിലെ പണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 27/5/2026 നടത്തിയ റെയ്ഡിനെ തുടർന്ന് മരവിപ്പിച്ചിരുന്നു. ടി വീണ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ തീർത്തും അസ്ഥാനത്താണ്. ടി വീണ എന്ന് പറയുന്നത് തൈക്കണ്ടി വീണ, അതായത് വീണ വിജയൻ, അതായത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ. തീരൂല. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കേരളത്തിലെ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിന്റെ ഭാര്യ. അപ്പോൾ ടി വീണ, മുഹമ്മദ് റിയാസ്, പിണറായി വിജയൻ, എക്സാലോജിക്ക്, ഇപ്പം ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ, പുതിയ കമ്പനി. ഇത്ര കാലം കേരളത്തിൻ്റെ പൊതുസമൂഹം അറിയാതെ പോയ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിയാം, ഈ കമ്പനി ആരുടേതാണ് എന്ന് മാത്രം അറിയില്ലായിരുന്നു അല്ലേ? ആ കമ്പനി ടി വീണയുടേതാണ്, അതായത് തൈക്കണ്ടി വീണയുടേത്. ഇനി ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്കാണല്ലോ ആര് കൊടുത്തത്? ശശിധരൻ കർത്ത മാസപ്പടി കൊടുത്തത്. ഇന്നലെ ശശിധരൻ കർത്ത പറഞ്ഞത് യാതൊരു സർവീസും നൽകിയിട്ടില്ല, പിണറായി വിജയന്റെ മകൾ എന്നുള്ള രീതിയിലാണ് പണം നൽകിയത്. മാത്രവുമല്ല, വീണയുടെ ഫോണിൽ നിന്ന് പല വ്യാജരേഖകളും ഉണ്ടാക്കിയതിൻ്റെ തെളിവും മീഡിയ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി ഇതിവിടെ തീരുമോ? ഇവിടെ തീരൂല. കാരണം ഇപ്പോൾ ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച്, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇത് ടി വീണയുടെ കമ്പനിയാണ്, തൈക്കണ്ടി വീണയുടെ, വീണ വിജയൻ്റെ കമ്പനിയാണ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നുണ്ട് അവിടെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. ആ കാര്യമാണ് 2020-21 കാലയളവിൽ എന്ന് പറഞ്ഞാൽ കൊറോണ ഇങ്ങനെ കത്തിപ്പടർന്ന് നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനെ ഡ്രോൺ ക്യാമറ, പോലീസ്, മണ്ണാങ്കട്ട, AK-47 അങ്ങനെ പലതും കാണിച്ച് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വീട്ടിൽ അടിച്ചിരുത്തി മൂലക്കിരുത്തി കേരളത്തിലെ ജനങ്ങളെ വീട്ടിലിരുത്തിയിട്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ 500 രൂപയ്ക്ക് അന്ന് കേരളത്തിലെ ഫാർമസികളിൽ, മെഡിക്കൽ ഷോപ്പുകളിൽ ഒക്കെ അവൈലബിൾ ആയിരുന്ന PPE കിറ്റ്, N95 മാസ്ക്, അങ്ങനെ തുടങ്ങിയ പലതും വലിയ വിലക്ക് എന്ന് പറഞ്ഞാൽ 500 രൂപക്ക് കിട്ടിയ PPE കിറ്റ് മേടിച്ചത് 1500 രൂപക്ക് അല്ലേ? 500 രൂപക്ക് കിട്ടിയതിൻ്റെ ഡബിൾ ട്രിപ്പിൾ വിലക്ക്, 2 ഇരട്ടി കൂടുതൽ. അപ്പോൾ 1500 രൂപക്ക് PPE കിറ്റ് മേടിച്ചത്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയത് ഈ പറയുന്ന ടി വീണയുടെ കമ്പനിയായിട്ടുള്ള ലേക്കർ ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പം വരുന്ന സൂചനകൾ. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. എന്ത്? ലേക്കർ ഇന്ത്യ, ടി വീണ, പിണറായി വിജയൻ, KK ശൈലജ, PPE കിറ്റ്, N95 മാസ്ക്. ഇനിയിപ്പോൾ ആർക്കും സംശയങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് 500 രൂപയ്ക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഏത് മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഉണ്ടായിരുന്ന അവൈലബിൾ ആയിരുന്ന PPE കിറ്റ്, ആ സാധനം 1500 രൂപയ്ക്ക് എന്തുകൊണ്ട് വാങ്ങി? അവിടെ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ തർക്കങ്ങളൊക്കെ ഇപ്പം അവസാനിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി കൂടുതൽ തർക്കിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. സംഭവം ഇപ്പോഴാണ് മനസ്സിലായത്. എന്ത്? ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഇത്
ടി വീണയുടേതാണ് എന്നുള്ളത് ഇപ്പോഴാണ് പിടുത്തം കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണക്റ്റായി. ഇത്രയും ദിവസം ഒരു 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 സിങ്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതെന്തായിട്ടുണ്ട്, എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിനാ 500 റുപ്യൻ്റെത് 1500 റുപ്യക്ക് വാങ്ങിയത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പറയുന്നു വേണ്ടല്ലോ. എന്താണെങ്കിലും കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരുന്നു ഇവിടെ പല കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരുന്നത് കൊള്ള എന്ന് പറഞ്ഞാൽ അത് വളരെ ആസൂത്രണമായ കൊള്ളയാ. ഇപ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇതിന് മുമ്പ് ഇതൊന്നും പുറത്തേക്ക് വന്നില്ലല്ലോ. വളരെ കൃത്യമായി തൻ്റെയും കുടുംബത്തിൻ്റെയും ഭാവി സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ 10 വർഷക്കാലം. അപ്പം അതിൻ്റെ ഒരു കമ്മീഷൻ ഈ പറയുന്ന സഖാക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ സഖാക്കൾ അതാ പറഞ്ഞത്, എന്ത് മൂന്നാമതും വരണം പിണറായി, മൂന്നാമതും വരണം പിണറായി, മൂന്നാമതും വരണം പിണറായി. കാരണം ഈ കൃമികീടങ്ങൾക്കൊക്കെ കമ്മീഷനാ കിട്ടുന്നുള്ളൂ, ഒരു ഷെയർ, അതും തുച്ഛമായ ഒരു വിഹിതം. അതുകൊണ്ട് തന്നെ അവർക്കത് മതിയായിട്ടില്ല. 5 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന കൃമികീടങ്ങൾക്കൊക്കെ വയറ് നിറയുമായിരുന്നു. 10 വർഷം കൊണ്ട് നിറക്കാൻ പറ്റിയിട്ടില്ല. കുറേയൊക്കെ ആയിട്ടുണ്ട്, വിശപ്പ് മാറിയിട്ടുണ്ട്. എന്നാൽ വയറ് നിറഞ്ഞോ എന്ന് ചോദിച്ചാൽ നിറഞ്ഞിട്ടില്ല. അതാണ് കൃമികീടങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണല്ലോ മൂന്നാമതും പിണറായി, മൂന്നാമതും പിണറായി. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരവസരം അപ്പോഴല്ലാണ്ട് അവർക്ക് കിട്ടൂല. പിന്നെ ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. 10 കൊല്ലം കഴിഞ്ഞ് ഇനിയിപ്പോൾ അധികാരം കിട്ടിയില്ലേ, എല്ലാം കൈമെന്ന് പോകും. ഇത്രയും ദിവസം ഉണ്ടാക്കിയതൊക്കെ പുറത്തേക്ക് വരും, കൊള്ളയടിച്ചതൊക്കെ പുറത്ത് ചാടും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന ED അന്വേഷണം തുടങ്ങിയിട്ട് എത്ര കാലമായി? പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു അന്വേഷണം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു പുകമറ ഉണ്ട് എന്നല്ലാതെ നീക്കുപോക്കുകളൊന്നും ഉണ്ടായില്ല. പിണറായി വിജയൻ ഇതാ എവിടെ നിന്ന് ഇറങ്ങുന്നു, മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്നു. പിന്നെ അങ്ങോട്ട് ബുള്ളറ്റ് ട്രെയിന് പോകും പോലെ അതിവേഗം ബഹുദൂരം എന്നൊക്കെ പറഞ്ഞതുപോലെയാണ്. എന്തൊരു സ്പീഡാ കാര്യങ്ങൾ, ടപ്പ എന്നും പറഞ്ഞിട്ടല്ലേ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം പിണറായി വിജയൻ അധികാരം നഷ്ടപ്പെട്ടിട്ട് എത്ര മാസമായി? 2 മാസം. ഈ 2 മാസം കൊണ്ട് 20 കൊല്ലത്തെ പണിയാണ് ED എടുത്തത്. പിണറായി വിജയൻ കസേരയിൽ ഇരിക്കുമ്പോൾ കസേരയുള്ള പിണറായി വിജയനെ EDക്ക് വേണമായിരുന്നു, സംഘപരിവാറിന് വേണമായിരുന്നു. കാരണം ഈ കൈരേഖ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്യലായിരുന്നു അവരുടെ പണി. മനസ്സിലായില്ലേ? അതിപ്പോൾ ആര് പറഞ്ഞു? കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രഞ്ജിത്ത് കാളിയാടൻ അല്ലേ, വ്യക്തി പറഞ്ഞല്ലോ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി പിണറായി വിജയന് മുന്നിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ സമ്മർദ്ദങ്ങളൊക്കെ ഇത്തരം രേഖകൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടായിരുന്നു. അപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവിടെ അധികാരത്തിൽ വേണം. അധികാരത്തിലില്ലെങ്കിൽ പിന്നെ സംഘപരിവാറിന് അവരെ കൊണ്ട് കാര്യമില്ല. പിന്നെ രാഷ്ട്രീയമായ നീക്കങ്ങൾ. പിന്നെ എങ്ങനെയാണെങ്കിലും പൂച്ച 4 കാലിലെ വീഴൂ എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ സംഘപരിവാർ 4 കാലിലാണ് വീഴുന്നത്. അധികാരത്തിലുണ്ടെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായി വിജയനെ കൊണ്ട് അജണ്ടകൾ നടപ്പിലാക്കുക. ഇനി അധികാരമില്ലെങ്കിൽ പിണറായി വിജയനെ തൂക്കിയെടുത്ത് അകത്തിടുക. ഇതാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം. ഇതായിരുന്നു സംഘപരിവാറിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണെങ്കിലും. പിന്നെ പിണറായി വിജയനും ഈ പറയുന്നത് കൈരേഖ ഇങ്ങനെ കാണിക്കുമ്പോൾ ചുമ്മാതെ അതിലൊരു കാര്യമില്ലാതില്ല, അതിലൊരു കാര്യമുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ ഇത് നിർബന്ധിതനാകുകയാണ്. ഇപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞത് പല കാര്യങ്ങളിലും കേന്ദ്രത്തിൽ നിന്നുള്ള ഡയറക്റ്റ് സമ്മർദ്ദങ്ങൾ, ആ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടേണ്ടി വന്നത് എന്താ? ഈ ബ്ലാക്ക് മെയിലിങ്ങിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഉയർത്തി കാണിക്കുന്ന രേഖകളിൽ കുറേയേറെ സത്യങ്ങൾ ഉണ്ടായിരുന്നു, യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് അത് ചെയ്യടാ എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേറെ വഴിയില്ല. ചെയ്യാതിരുന്നാൽ അടപടലം പൂട്ടും. ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ
ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയന് ഒരു മൂന്നാമതൊരു അവസരം കൊടുക്കണമായിരുന്നു. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഇനിയിപ്പോൾ അഴിയെണ്ണേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ശശീന്ദ്രൻ കടത്ത ഇത്രയും ദിവസം എക്സാലോജിക്ക് ഈ പറയുന്ന മാസപ്പടി എന്തിനാ വീണക്ക് കൊടുത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സഖാക്കള് ക്യാപ്സ്യൂൾ ഇറക്കിയത് എന്താ, MS ഓഫീസ് സർവീസ് ചെയ്തതിനാണ്. ആര്? വീണ. MS ഓഫീസ് വീണ സർവീസ് ചെയ്തു. ബാ ഇതിനെ ഇരുന്ന് എന്ത് കൊടുത്തത്, പണം കൊടുത്തത് 2.25 കോടി റുപ്യ കൊടുത്തത് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് ആര് പറഞ്ഞതാ? അത് AKG സെൻറ്ററിൽ നിന്നുള്ള ക്യാപ്സ്യൂളായിരുന്നു അല്ലേ? എന്നാൽ ഈ കൊടുത്ത ആളിപ്പോൾ എന്താ പറയണേ, അത് പിണറായി വിജയനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ കൊടുത്തതാണ്. വീണ എന്തെങ്കിലും സർവീസോ എന്തെങ്കിലും ഒരു ഉപകാരമോ എന്തെങ്കിലും ഒരു ജോലി ഈ പറയുന്ന ശശീന്ദ്രൻ കർത്തക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? നെവർ എവർ, ഇല്ല എന്നുള്ളതാ. അപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ പലതും ഇങ്ങനെ പഴയതൊക്കെ ഓരോന്നായിട്ട് പുറത്തേക്ക് വരികയാണ്. ആ കൂട്ടത്തിൽ ഈ പറയുന്ന MS ഓഫീസ് സർവീസ് ചെയ്ത് എന്ന് പറഞ്ഞ സഖാക്കൾ പറഞ്ഞ 2.25 കോടി റുപ്യയുടെ കാര്യമുണ്ട്. പിന്നെ അതല്ലാത്ത പല കേസുകളുമുണ്ട്. ഇപ്പം ഇനി ഓരോന്നായിട്ട് പുറത്തേക്ക് വരും. കാരണം ഇപ്പോൾ പിണറായി വിജയനെ പൂട്ടി അകത്തിടുക എന്നുള്ളത് സംഘ് പരിവാറിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം എന്താ, അധികാരമില്ലാത്ത പിണറായി അവർക്ക് വേണ്ട. അധികാരമുള്ളതാണെങ്കിൽ പിണറായിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാമായിരുന്നു. ഈ അധികാരമില്ലാത്ത പിണറായി സംഘ് പരിവാറിനൊരു തലവേദനയാണ്. അപ്പോൾ ഇത്രയും ദിവസം രേഖ കാണിച്ച് ഭയപ്പെടുത്തുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ രേഖ കാണിച്ച് പിണറായി വിജയനെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള പരിപാടി ചെയ്യുന്നു. ഈ രേഖ വെറും രേഖയാണോ? അല്ല. ആ രേഖയിൽ ചില കാര്യങ്ങളുണ്ട്. ആ കൈരേഖയിൽ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് പിണറായി വിജയൻ പല സമ്മർദ്ദങ്ങൾക്കും പല ബാക്ക്മെയിലുകൾക്കും നിന്നുകൊടുത്തത്, അല്ലെങ്കിൽ അതിന് കീഴ്പ്പെടേണ്ടി വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരൊറ്റ കാര്യമുള്ളൂ, പിണറായി വിജയന് എവിടെ തെറ്റുപറ്റി എന്ന് ചോദിച്ചാൽ, തനിക്ക് കിട്ടിയ അധികാരം കൊണ്ട് മകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം എന്ന് ചിന്തിച്ചതാണ് പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ ചെറ്റത്തരം എന്ന് പറയുന്നത്. പിന്നെ ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും കേരളക്കാരൊക്കെ ഞാനാണ് നിങ്ങളുടെ തന്ത എന്നും പറഞ്ഞ് നടന്നിട്ട് ശരിക്കും നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിയിരുന്നു. ഞാൻ നിങ്ങളുടെ തന്തയാ. എന്നാൽ പിണറായി വിജയൻ്റെ ഉള്ളിലെന്താ, ഈ പൊട്ടന്മാരെ പൊട്ടനാക്കിയിട്ട് എൻ്റെ സ്വന്തം മകൾക്ക് വല്ലതൊക്കെ ഉപകാരപ്പെടുന്നത് ചെയ്തു കൊടുക്കാം എന്നുള്ളതായിരുന്നു ലൈൻ. അതാണ് ഇപ്പോൾ പിടിക്കപ്പെടുന്നത്.